പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 20-ാം സങ്കീർത്തനം 6-ാം വാക്യം: യഹോവ തൻ്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവന് ഉത്തരമരുളും. ഹല്ലേലൂയ. യഹോവ തൻ്റെ അഭിഷിക്തനു വേണ്ടി ഇറങ്ങി വരും. ഒരു കാര്യം സങ്കീർത്തനക്കാരൻ ഉറപ്പോടെ ധൈര്യത്തോടെ പറയുന്നു: യഹോവ തൻ്റെ അഭിഷിക്തനെ, തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനെ, തൻ്റെ ഹല്ലേലൂയ പൈതലിനെ ഒരു നാളും കൈവിടത്തില്ല. അവനെ രക്ഷിക്കും. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ, പല തർജ്ജിമകളിലും നാം വായിക്കുമ്പോൾ ഇപ്രകാരം ഒരു ഭാഷാന്തരം നമുക്ക് വായിക്കാൻ സാധിക്കും: യഹോവ തൻ്റെ അഭിഷിക്തന് വേണ്ടി ഇടപെടുമ്പോൾ അവൻ്റെ എല്ലാ കാര്യങ്ങളും നേരെയാകും. അവൻ്റെ ആവശ്യങ്ങളൊക്കെയും ദൈവം നടത്തിത്തരും. ഇംഗ്ലീഷിൽ പറയുന്നു, എവ്രിതിങ് ഈസ് ഗോയിങ് ടു വർക്ക് ഔട്ട്. അവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നന്നായി നടക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ ഇതുവരെയും നടക്കാത്തത്, ഇതുവരെയും നടക്കത്തില്ല എന്ന് ലോകം പറഞ്ഞതിനെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാ. ഒറ്റ കാര്യമേ ഉള്ളൂ, കാരണം അത് അവൻ്റെ അഭിഷിക്തനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ ദൈവം ഉത്തരമരുളുമ്പോൾ, ദൈവം അവൻ്റെ നാമത്തെ ഉയർത്തുന്ന ദൈവ പൈതലിനെ ഹല്ലേലൂയ ദൈവം മാനിക്കും. സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവം ഹല്ലേലൂയ നിനക്ക് ഉത്തരമരുളും. ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തും. ദൈവം നിനക്ക് സഹായം തരും, നിന്നെ താങ്ങി നടത്തും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഈ ഒരു പ്രവൃത്തി കാണുമ്പോൾ തന്നെ ലോകം പറയും, ഇത് സാധാരണ വ്യക്തികൾക്ക് കിട്ടുന്നതല്ല, തൻ്റെ അഭിഷിക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ദൈവീക കരുതലത്രേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അഭിഷിക്തനെ ദൈവം ഉയർത്തും. അഭിഷിക്തന് വേണ്ടി ദൈവം ഉത്തരമരുളും. ഹല്ലേലൂയ. അഭിഷിക്തന്മാർക്ക് വേണ്ടി ദൈവം സഹായത്തിൻ്റെ കരം നീട്ടും. വീണ്ടും വേദപുസ്തകം പറയുന്നു, നിൻ്റെ വഴിപാടൊക്കെയും അവൻ ഓർക്കും. ദൈവത്തിൻ്റെ പൈതൽ ഒരു വഴിപാട് അർപ്പിച്ചാൽ അത് മറന്നു കളയത്തില്ല. അവൻ ദൈവസന്നിധിയിൽ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ദൈവം ഹല്ലേലൂയ ഓർത്തു വെച്ച് പ്രതിഫലം കൊടുക്കും. ഹല്ലേലൂയ. അവൻ്റെ യാഗങ്ങളെ ദൈവം കൈക്കൊള്ളും. വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നു, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ നിനക്ക് തരും. നിൻ്റെ താല്പര്യമൊക്കെയും ദൈവം നിവർത്തിക്കും. ഇന്ന് രാവിലെ സമയത്തും ഒരു ദൈവ പൈതലിന് ധൈര്യത്തോടെ പറയാൻ സാധിക്കും, എൻ്റെ ദൈവം ആരാ? എൻ്റെ ദൈവം താല്പര്യത്തെ നിവർത്തിക്കുന്ന ദൈവമാണ്. എൻ്റെ ദൈവം ആരാ? ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ തരുന്ന ദൈവമാണ്. എൻ്റെ ദൈവം തല ഉയർത്തുന്ന ദൈവമാണ്. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയെ കൈക്കൊള്ളുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ഭക്തന് എല്ലാ കാലത്തും പറയാൻ സാധിക്കും, എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്. ഹല്ലേലൂയ. എന്താ ഉറപ്പ്? എന്നെക്കുറിച്ചുള്ള ദൈവിക നിർണയങ്ങൾ അത് ഉവ്വ് എന്നത്രേ. അത് നന്മയുടെ നിർണയങ്ങളത്രേ. അത് നടക്കുന്ന കാര്യങ്ങളത്രേ. എത്ര താമസിച്ചാലും എന്നെ മാനിക്കുന്ന ദൈവത്തിൻ്റെ കരം ഒരു നാളും കുറുകിപ്പോകത്തില്ല. ദൈവത്തിന് നമ്മുടെ തകർച്ച കണ്ട്, നമ്മുടെ കണ്ണുനീര് കണ്ട് സന്തോഷിക്കാൻ ആഗ്രഹമില്ല. ഒരപ്പൻ തൻ്റെ മകൻ്റെ ഹല്ലേലൂയ ഉയർച്ചയിൽ പ്രസാദിക്കുന്നത് പോലെ ദൈവം തൻ്റെ ദാസന്മാരുടെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന ദൈവമത്രേ. ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് വലുത് കരുതുന്ന ദൈവമത്രേ. കർത്താവിന് നമ്മെക്കുറിച്ചുള്ള വിചാരങ്ങൾ ഉന്നതമായ വിചാരങ്ങളാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഹല്ലേലൂയ കരുതലുകൾ ശ്രേഷ്ഠമായ കരുതലുകളാണ്. ഹല്ലേലൂയ. മലാക്കിയുടെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ഒരു പിതാവ് ആദരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് നമ്മെ ആദരിക്കും. ഒരു പിതാവ് തൻ്റെ മകനെ എങ്ങനെയാണോ ആദരിക്കുന്നത് അതുപോലെ ആദരിക്കും. അവനോട് വിളിച്ചപേക്ഷിക്കുന്ന, അവൻ്റെ നാമത്തെ ഉയർത്തുന്ന, അവൻ്റെ മുമ്പാകെ മുഴങ്കാലും അടക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ താല്പര്യത്തെ നിവർത്തിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് അപ്പോസ്തലനെ പൗലോസ് പറഞ്ഞു, നിങ്ങൾ എപ്പോഴും സന്തോഷിക്കണം. അതാ ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ സന്തോഷിക്കണം, എപ്പോഴും സന്തോഷിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദുഃഖത്തെ കൊണ്ടുവരുന്ന ഏത് സാഹചര്യത്തെയും ദൈവത്തിന് മാറ്റിക്കളയാൻ പറ്റും. നിങ്ങളുടെ വിലാപത്തെ ഹല്ലേലൂയ നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുവാൻ, നിങ്ങളുടെ വിലാപത്തെ നൃത്തമാക്കി മാറ്റുവാൻ കർത്താവിന് സാധിക്കും. അതുകൊണ്ടാണ് 16-ാം സങ്കീർത്തനത്തിലും സങ്കീർത്തനക്കാരൻ ധൈര്യത്തോടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്, അവൻ്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്,
അപ്പൻ്റെ വീട്ടിൽ പാട്ടുണ്ട്, ആരാധനയുണ്ട്, സ്തുതിയുണ്ട്. പ്രിയരെ, ഇന്ന് പകൽക്കാലം എന്തെങ്കിലുമൊക്കെ ശരിയാകാനുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നടക്കാനുണ്ടെങ്കിലും നമ്മുടെ കര ഉയർത്തി ദൈവത്തെ നമുക്കൊന്ന് നന്ദി പറഞ്ഞ് സ്തുതിക്കാം. അവനോട് പറയാം, കർത്താവേ, എൻ്റെ താല്പര്യത്തെ നിവർത്തിക്കുന്ന ദൈവം, എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ തരുന്ന ദൈവം, എനിക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാണ്, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. അനേകർ തങ്ങളുടെ കഴിവിൽ, തങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, തങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിൽ ആശ്രയിക്കുമ്പോൾ, അല്ലെങ്കിൽ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുമ്പോൾ, ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ അങ്ങയുടെ നാമം മാത്രം മതി. ആ നാമത്തിൽ ആശ്രയിച്ചാൽ ഒരു നാളും കുനിയത്തില്ല, ഒരു നാളും തല താഴ്ത്തത്തില്ല, ഒരു നാളും ശത്രു നിന്ദിക്കത്തില്ല. ഈ രാവിലെ സമയത്തും ധൈര്യത്തോടെ വിളിച്ചു പറയാം, അവൻ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ എന്നെ ഉയർത്തും, ഉത്തരമരുളും, എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എനിക്ക് വേണ്ടി ചിലതൊക്കെ വർക്കൗട്ടാകും. ഈ ദിവസങ്ങളിൽ വർക്കൗട്ട് ആകത്തില്ലെന്ന് ലോകം പറഞ്ഞത്, നടക്കത്തില്ലെന്ന് നാട്ടുകാർ പറഞ്ഞത്, ഇനി നേരെയാകത്തില്ലെന്ന് കുടുംബക്കാർ പറഞ്ഞത്, കർത്താവിൻ്റെ കരം പ്രവർത്തിക്കുമ്പോൾ അത് വർക്കൗട്ടാകും, അത് നന്മയ്ക്കാക്കി മാറ്റും. ഹല്ലേലൂയ. ഇതുവരെയുള്ള ഏത് പ്രതിസന്ധിയാണോ, എന്താണോ ഹല്ലേലൂയ സ്ലോ ആയിട്ടിരിക്കുന്നത്, അതിൻ്റെ വേഗത കൂട്ടി വർക്കൗട്ടാക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. ഈ പുതിയ മാസത്തിൽ നമുക്കും ധൈര്യത്തോടെ വിളിച്ചു പറയാം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് ചെയ്യും, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവിൻ്റെ കരം ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ചലിച്ചു തുടങ്ങും. എൻ്റെ തല ഉയർത്തുന്ന, എന്നെ മാനിക്കുന്ന, എൻ്റെ താല്പര്യത്തെ തരുന്ന, ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെ തരുന്ന, എന്നെ ജയത്തോടെ നടത്തുന്ന എൻ്റെ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.